അഴകേകാൻ പുഷ്പമേള ഇന്നു മുതൽ. നമസ്കാരം, കൊട്ടാരം മീഡിയയിലേക്ക് സ്വാഗതം. മൂന്നാറിൽ സഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഇന്നു മുതൽ പുഷ്പമേള. ദേവികുളം റോഡിൽ DTPCയുടെ കീഴിലുള്ള പാർക്കിലാണ് മേള തുടങ്ങുന്നത്. 100-ലധികം വിദേശ ഇനം ചെടികൾ ഉൾപ്പെടെ 1500-ലധികം ഇനങ്ങളിലുള്ള പൂച്ചെടികളാണ് പാർക്കിലുള്ളത്. മൂന്നാറിലെ തനത് പൂക്കൾക്കൊപ്പം വിദേശ ഇനം പൂക്കളും ഒരുക്കിയിട്ടുണ്ട്. ഡാലിയകളും വിവിധ വർണ്ണങ്ങളിലുള്ള ടൂലിപ്സ് പൂക്കൾ, ഒലിവ്, മാഗ്നോളിയ, കമീലിയ, സൈക്കിസ് ന്യൂഡ, ഫൈലാൻഡസ്, പെട്രോപ്രോട്ടോൺസ്, യൂക്ക സിൽവർ, എക്കബിൽബം ഇനങ്ങളിൽപ്പെട്ട മരങ്ങൾ തുടങ്ങിയവയും ഒരുക്കിയിട്ടുണ്ട്. രാവിലെ 9 മുതൽ രാത്രി 9 വരെയാണ് പ്രവേശനം. മുതിർന്നവർക്ക് 60 രൂപയും കുട്ടികൾക്ക് 35 രൂപയുമാണ് നിരക്ക്. എല്ലാ ദിവസവും വൈകിട്ട് 6 മുതൽ DJ, ഗാനമേള, മ്യൂസിക്കൽ ഫൗണ്ടൻ, വിവിധ വിൽപ്പന സ്റ്റാളുകൾ, സെൽഫി പോയിന്റ്, ഭക്ഷണശാലകൾ എന്നിവയും മേളയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. മൂന്നാറിൽ എത്തുമ്പോൾ ഏറ്റവും അടുത്ത് പോകാവുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഇരവികുളം ദേശീയോദ്യാനം. മൂന്നാറിനടുത്ത് സഞ്ചാരികളെ ആകർഷിക്കുന്ന ഏറ്റവും പ്രധാന കേന്ദ്രമാണിത്. വംശനാശം നേരിടുന്ന വരയാടിനെ സംരക്ഷിക്കാനുള്ള പ്രത്യേക സംരക്ഷിത മേഖലയാണിത്. 97 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട് ഈ സംരക്ഷിത വനമേഖലയ്ക്ക്. ഇരവികുളം ദേശീയോദ്യാനത്തിന് ഉള്ളിലാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ ആനമുടി. 2700 മീറ്ററോളം ഉയരമുണ്ട് ഇതിന്. വനം വകുപ്പിന്റെ അനുമതിയോടെ ആനമുടിയിലേക്ക് ദീർഘദൂര നടത്തത്തിന് അനുമതിയുണ്ട്. മൂന്നാറിലെ ഇരവികുളം ദേശീയോദ്യാനം അധികൃതരാണ് അനുമതി നൽകേണ്ടത്.